Now let's see, what do you mean by measures of central tendency? So what are the various components that is coming under measures of central tendency? So even moving on to that, let me give you a brief description. See, why are we so much concerned about this concept of central tendency? Or actually, what is this central tendency? And why is it so relevant? It means that we are living in an information age. So as a result of that, you are overloaded with information. The raw material for information is data. So it's basically the unprocessed information which we known as data. So normally, how certain an information will depend upon how certain or clear the data is. So how accurate or clear a data will depend upon how we describe the data. So how we describe the data means what is the nature of the data and what is the purpose for which the data is being collected. So normally a data can be described either verbally or statistically. So it's whether it be verbally or whether it be statistically, the description of the data should always be clear and it should not be lengthy. So normally in order to describe data statistically is a preferred method, and normally in order to describe data statistically we are using measures of central tendency, measures of variation or dispersion. So why do we do this? Because when we are using the measures of central tendency, we'll get a single value which will describe the entire characteristics of the data, and as a result of that it will facilitate comparison. എന്ന് വെച്ചാൽ നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. സോ എന്താ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അല്ലെങ്കിൽ എന്തിനാണ് സെൻട്രൽ ടെൻഡൻസി മെഷർ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളൊരു ഇൻഫർമേഷൻ ഏജിലാണല്ലേ. അപ്പം നമുക്കാണെങ്കിൽ ഡേ ടു ഡേ ബേസിസിൽ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ്റെ ഒക്കെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡേറ്റയാണ്. അപ്പം എത്ര റെലവൻ്റ് ആണോ ഡേറ്റ അത്രയും റെലവൻറ്റും ക്ലിയറുമായിരിക്കും ഇൻഫർമേഷൻ. ഇനി ഒരു ഡേറ്റ എത്രത്തോളം റെലവൻ്റ് ആണെന്ന് നമ്മൾ എങ്ങനെ അറിയാം? നമ്മൾ എങ്ങനെയാണ് ആ ഡാറ്റേനെ വർണ്ണിക്കുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്? അതാണ് ആ ഡേറ്റയുടെ ക്ലാരിറ്റി അല്ലെങ്കിൽ നമുക്ക് തരുന്നത്. സോ ഡേറ്റേനെ സാധാരണ അതിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാറ്. അങ്ങനെ ഒരു ഡേറ്റേനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്കൊന്നെങ്കിൽ വെർബലി പറയാം, അതായത് വെറുതെ വാക്കാൽ ഇത്ര ഒരു ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 സ്റ്റുഡൻസ് ഓഫ് സെക്കൻഡ് BBA ഓഫ് MD കോളേജ് വിച്ച് ബിലോങ്സ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒരു ഡേറ്റേനെ വെർബലി ഡിസ്ക്രൈബ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി ഡിസ്ക്രൈബ് ചെയ്യാം. വെർബലി ഡിസ്ക്രൈബ് ചെയ്താലും സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ വാക്കാല ഒരു ഡേറ്റേനെ ഡിസ്ക്രൈബ് ചെയ്താലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് കൊണ്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്താലും അതെപ്പോഴും ഷോർട്ടായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഗുണം. അതുകൊണ്ട് തന്നെ ഷോർട്ടായിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ വെർബലി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ലെങ്ത് കൂടും എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റാറ്റിസ്റ്റിക്കലി ഡേറ്റേനെ ഡിസ്ക്രൈബ് ചെയ്യണതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കലി ഡേറ്റേനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പല മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, പിന്നൊന്ന് മെഷേഴ്സ് ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ ഡിസ്പെർഷൻ. അതിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് നമ്മളിവിടെ നോക്കാൻ പോണത്. ഇതുകൊണ്ട് രണ്ട് മെയിൻ ഉദ്ദേശമാണുള്ളത്. ഒന്ന്, ഒരൊറ്റ സിംഗിൾ വാല്യൂവിൽ ആ ഡേറ്റേനെ മൊത്തം അറിയാൻ പറ്റും. ഇപ്പോൾ പറയണേ ആവറേജ് മാർക്ക് ഓഫ് സെക്കൻഡ് BBA സ്റ്റുഡൻസ് ഓഫ് MD കോളേജ് ഈസ് 40 എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് നിങ്ങളുടെ ക്ലാസ് ഏത് കാറ്റഗറിയിൽ പെടുന്ന ആ ഒറ്റ ഇൻഫർമേഷനിൽ നിന്ന് വ്യക്തമാവുകയാണ് അല്ലേ. അപ്പം അതിലാണ് ഒരു പിന്നെ കമ്പയർ ചെയ്യാം. നമ്മൾ പറയാം സെക്കൻഡ് BBAനെയും തേർഡ് BBAനെയും കമ്പയർ ചെയ്യുമ്പോൾ വൺ ഇസ് ആവറേജ് മാർക്ക് ഇസ് 40, നെക്സ്റ്റ് ഇസ് 90 എന്ന് പറയുമ്പോൾ നമുക്കൊരു കമ്പാരിസൺ കിട്ടണം. വിച്ച് ക്ലാസ് ഇസ് ബെറ്റർ ഇൻ ടേംസ് ഓഫ് IQ അല്ലെങ്കിൽ വിച്ച് ക്ലാസ് ഇസ് ബെറ്റർ ഇൻ ടേംസ് ഓഫ് മാർക്സ് എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടുകയാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് സെൻട്രൽ ടെൻഡൻസി ഒക്കെ മെഷർ ചെയ്യുന്നത്. ഒരു മൊത്തം ഡാറ്റയുടെ പൊതു സ്വഭാവം എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉപയോഗിക്കുന്നത്. So now let's see what are the various measures of central tendency.
Measures of central tendency, we call it also as average. So what is average now? An average is a single significant figure which sums up the characteristics of a group of figures. അതായത് ആവറേജ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ടെൻഡൻസിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ്. ഒരു ഡേറ്റയുടെ പൊതു സ്വഭാവം, എ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡേറ്റ, അതാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി കൊണ്ട് കാണുക. അപ്പോൾ ആവറേജ് അല്ലെങ്കിൽ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഒരു കൂട്ടം നമ്പേഴ്സ്, ആ കൂട്ടം നമ്പേഴ്സിന്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന മറ്റൊരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, ഒരു സിംഗിൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ which shows the sum of characteristics of a group of figures. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 സ്റ്റുഡൻസിൻ്റെ മാർക്ക്, ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ ആ 10 സ്റ്റുഡൻറ്റ് ഓരോ മാർക്ക് കൂട്ടിയിട്ട് ഡിവൈഡഡ്, അതാണ് ആവറേജ്. അപ്പം ആ ആവറേജ് കാണിക്കുന്നത് ഓൺ ആൻ ആവറേജ് ആ 10 സ്റ്റുഡൻസിൽ ഒരു 15 മാർക്കാണ് ഓൺ ആൻ ആവറേജ് എന്നാണ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ, അപ്പം ആ ഒരു 10 എന്ന് പറയുമ്പോൾ നമുക്ക് ആ വാല്യൂ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും 10 എന്നുള്ളത് മാർക്കാണെങ്കിൽ മാർക്ക്, വെയിറ്റ് ആണെങ്കിൽ വെയിറ്റ്. സോ ഫ്രം ദാറ്റ് വാല്യൂ വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ആവറേജ് നേച്ചർ അല്ലെങ്കിൽ വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് എ ഡേറ്റ. So various measures of central tendency in the nearly you have 5: arithmetic mean, median, mode, geometric mean and harmonic mean. ഇതാണ് measures of central tendency യിൽ വരുന്ന components. So now we are moving into the first type of central tendency measure, that is arithmetic mean. വളരെ സിമ്പിൾ ആയിട്ട് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് അരിത്മെറ്റിക് മീൻ. അരിത്മെറ്റിക് മീൻ തന്നെ യു ഹാവ് 3 ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. അരിത്മെറ്റിക് മീനിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന 3 മെത്തേഡുകളുണ്ട്. അതിൽ ആദ്യത്തേതാണ് അരിത്മെറ്റിക് മീൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. എന്ന് വെച്ചാൽ ഇഫ് x1 x2 അങ്ങനെ xn വരെ ഇൻഡിവിജ്വൽ വാല്യൂസ് ആണെങ്കിൽ അതിൻ്റെ അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ x1 + x2 അപ് ടു xn ദ ഹോൾ ഡിവൈഡഡ് ബൈ n, അല്ലെങ്കിൽ സിഗ്മ x/n ആണ്. ഇപ്പോൾ ഒരു ക്ലാസ്, ആ ക്ലാസ്സിലെ 10 കുട്ടികളുടെ മാർക്ക്, അതിൻ്റെ ആവറേജ്, ഓരോ മാർക്കും ആഡ് ചെയ്യുക, എന്നിട്ട് അത് അതിൻ്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ 10 പേരാണെങ്കിൽ 10, അതാണ് അതിൻ്റെ ആവറേജ്. സോ യു വിൽ ഹാവ് ഇൻഡിവിജ്വൽ വാല്യൂസ്, യു വിൽ ഹാവ് ടു ഫൈൻഡ് ദ സം and you will have to divide it by the total number of the individual values. So അതിനെയാണ് നമ്മൾ arithmetic mean in individual series എന്ന് പറയുന്നത്. So നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കാണാം. Let's see an example. Like calculate arithmetic mean of auto fares of 10 journeys. അപ്പോൾ ഫെയർസ് കൊടുത്തിട്ടുണ്ട് 10, 90, 85 അങ്ങനെ you have 10 journey auto fares. ഇതിൻ്റെ ആവറേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. സോ ഇൻഡിവിജ്വൽ സീരീസ് ആണ്, വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു 10 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. സോ സിഗ്മ x/n ആണ്. ഇറ്റ് മീൻസ് 10 + 90 + 85 അങ്ങനെ 80 വരെ ആഡ് ചെയ്യുക. ദെൻ യു ഡിവൈഡ് ദ ടോട്ടൽ ബൈ 10. സോ യു വിൽ ഗെറ്റ് ദ ആവറേജ്. ഇതാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഫോർ arithmetic mean of average of individual series. Now let's see the second type of arithmetic mean. It means that a mean in the case of discrete frequency distribution, which means x1, x2 up to xn be the value of variable with its corresponding frequencies f1, f2 up to fn respectively. Then arithmetic mean is equal to x1 f1 plus x2 f2 plus etc up to xn fn the whole divided by f1 plus f2 plus f3 up to fn. And നമുക്ക് എങ്ങനെ പറയാം, sigma fx by sigma f. Sigma f you can denote it as n. അപ്പോൾ സപ്പോസ് നമ്മൾ മുമ്പ് കണ്ട പോലത്തെ ഇൻഡിവിജ്വൽ സീരീസ് അല്ല, ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. അപ്പോൾ അത് 1, 2, 3, 4 എന്നുള്ള ഇൻഡിവിജ്വൽ വാല്യൂ അത് ഒക്കർ ചെയ്യാനുള്ള 1 എന്നുള്ള വാല്യൂ വരാനുള്ള സാധ്യത, അതാണ് എത്ര പ്രാവശ്യം വന്നു ആ കണക്കാണ് ഫ്രീക്വൻസി. സോ അത് f1, f2, f3 ആയിട്ട്. സോ അങ്ങനൊരു ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ അരിത്മെറ്റിക് മീനിൻ്റെ ഫോർമുലയാണ് ഓരോ ഇൻഡിവിജ്വൽ വാല്യൂവിനെയും അതിൻ്റെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്
ആ പ്രോഡക്റ്റുകളെല്ലാം ആഡ് ചെയ്ത് കിട്ടുന്ന ടോട്ടലിനെ ഫ്രീക്വൻസിയുടെ സം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് അരിത്മെറ്റിക് മീൻ ഫോർ എ ഡിസ്ക്രീറ്റ് സീരീസ്. Now let's see the example for a discrete series. See here the value is 5, 15, 25 up to 75 and the frequency of occurrence of each of this value is given as 15, 20, 25 up to that. So ഇങ്ങനെ ഒരു ഇതിനെയാണ് നമ്മൾ discrete series എന്ന് പറയാ. You have distinct value and frequency. So now you have to calculate fx, which means that 5 into 15, 15 into 20, 25 into 25. So like that you have to calculate fx. Now sigma fx, which means the sum of all this products like 75 plus 300 plus up to 3900, the whole divided by sigma 5, which means 15 plus 20 plus 25 up to 52. So അത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ sigma fx by sigma f വരുമ്പോൾ you will get 50.54. So ഇതാണ് ഒരു discrete series how you are going to find the mean, arithmetic mean in case of a discrete series. Now it's about how to find mean in case of continuous frequency distribution. So in that case, in case of continuous frequency distribution, we take the mid value of x classes as x and can apply same formula sigma fx and n. Frequency distribution എന്ന് പറയുമ്പോൾ discrete values അല്ല. ഈ frequency ഒരു class ആയിട്ടാണ് വരിക. 0 to 10, 10 to 20, 20 to 30 അങ്ങനെ ഒരു class ആയിട്ടാണ് frequency distribution വരിക. അല്ലാതെ നമ്മൾ ഡിസ്ക്രീറ്റിൽ കണ്ട പോലെ 5, 2, 3 അങ്ങനെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ല. സോ അങ്ങനെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഒരു കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ മിഡ് വാല്യൂ എടുക്കുക. 0 to 10 ആണെങ്കിൽ 0 plus 10 by 2, 10 to 20 ആണെങ്കിൽ 10 plus 20 by 2. ആ മിഡ് വാല്യൂവിനെ നമ്മൾ എക്സ് ആക്കി കണക്കാക്കും. എന്നിട്ട് നമ്മൾ ഫ്രീക്വൻസി ഇൻറ്റു മിഡ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യും. അതിൻ്റെ സം കാണും. ദ ഹോൾ ഡിവൈഡഡ് ബൈ എൻ ആണ് നമ്മുടെ മീൻ ഇൻ കേസ് ഓഫ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. Now let's see an example for this continuous frequency distribution. See ഇവിടെ നോക്കൂ, ഏജ് 0 to 10, 10 to 20, 20 to 30 up to 70 to 80 ഉണ്ട്. And the frequencies are 15, 30, 53 and so on. So here ആ ഒരു frequencies are അവിടെ നമ്മൾ താഴേക്ക് എഴുതിയിട്ടുണ്ട് 15, 30 and all. ആൻഡ് ക്ലാസ് ആയിട്ടാണ് 0 to 10, 10 to 20. സോ എക്സ് ഒരു ക്ലാസ് ആയിട്ട് അവിടെ തരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നു. 0 plus 10 by 2 അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ആ മിഡ് വാല്യൂ ഇൻറ്റു എഫ്. സോ ഇറ്റ് വിൽ ബിക്കം 15 into 5, 75. അങ്ങനെ ഓരോ വാല്യൂവിനും കണ്ടുപിടിക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ ടോട്ടൽ സിഗ്മ എഫ് എക്സ്. എഫ് നമ്മൾ സിഗ്മ എഫ് കാണുന്നു. So here it is sigma fx by sigma f, അല്ലെങ്കിൽ sigma f നെ നമ്മൾ capital letter n എന്ന് പറയുന്നു. And thus we will get the arithmetic mean in case of continuous frequency distribution. Now let's see what all we have covered in this entire session. So we started with measures of central tendency. In that one particular method is to find arithmetic mean. Arithmetic mean, it includes different types, like you can find arithmetic mean in case of individual series, discrete series, as well as continuous frequency distribution. So each of this have a separate formula and a separate method. അപ്പോൾ നമ്മൾ ഈ ഒരു മൊത്തം സെഷനിൽ കണ്ടത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ arithmetic mean ആണ്. എന്തിനാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി? നമ്മുടെ കയ്യിലുള്ള ഡേറ്റയെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതിലൊരു മെത്തേഡാണ് arithmetic mean. അത് തന്നെ 3 ഉണ്ട് ഇൻഡിവിജ്വൽ സീരീസ് ആയിട്ട്. എക്സിന്റെ വാല്യൂസ് മാത്രം 1, 2, 3, 4 അങ്ങനെ തന്നെയാണെങ്കിൽ എങ്ങനെ arithmetic mean കണ്ടുപിടിക്കാം? അല്ല, ഡിസ്ക്രീറ്റ് ആയിട്ട് എക്സ് എന്നുള്ളൊരു വാല്യൂ വരാനുള്ള ഫ്രീക്വൻസി 2 ആണെങ്കിൽ ആ രീതിയിൽ എക്സും എഫും തരികയാണെങ്കിൽ എങ്ങനെ arithmetic mean കണ്ടുപിടിക്കാം?
ഇനി എക്സ് എന്നുള്ളത് ഒരു ഡിസ്ക്രീറ്റിന് പകരം അതൊരു കണ്ടിന്യൂസ് 0 to 10, 10 to 20 ഒരു കണ്ടിന്യൂസ് ക്ലാസ് ആണെങ്കിൽ എങ്ങനെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാം? ഇങ്ങനെ 3 ടൈപ്പാണ് നമ്മൾ കണ്ടത്. സോ അരിത്തമെറ്റിക് മീനിൽ ഇത്ര മാത്രമേ ഉള്ളൂ. താങ്ക് യു.